ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയപ്പെട്ടവർ, നാം ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുന്ന നമ്മളിൽ ചിലർ വളരെ ആകുലത ഉള്ളവരായിരിക്കാം. ഈ പുതിയ വർഷം എൻ്റെ ജീവിതത്തിൽ എപ്രകാരമായിരിക്കും? തോൽവി നിറഞ്ഞതായിരിക്കുമോ? പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കുമോ? അങ്ങനെ ആകുലതയുള്ളവരായിരിക്കാം. എന്നാൽ ഒരു കൂട്ടർ അല്ലെങ്കിൽ ചിലർ അവരുടെ ജീവിതത്തിലെ പ്രതീക്ഷകളുടേതാണ് ഈ പുതുവർഷം. ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിച്ച്, വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷയോടെ, അല്ലെങ്കിൽ ഒരു ഭവനം പണിയുവാൻ, അപ്രകാരമുള്ള അനേക പ്രതീക്ഷകളുടേതാണ് ചിലർക്ക് ഈ പുതുവർഷം. എന്നാൽ ഒരു കൂട്ടർ ആയുസ്സിൽ നിന്നും ഒരു വർഷം കൂടി നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയാതെ സുഖലോലുപതയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആധിപത്യത്തിൽ കഴിയുന്നവരാണ്, ജീവിതം ചെലവഴിക്കുന്നവരാണ്. എന്നാൽ ആയുസ്സിൻ്റെ ഉടയവനായ തമ്പുരാൻ ഒരു വർഷം കൂടി നമ്മുടെ ആയുസ്സിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതല്ലേ ശരിക്കും ശരി? നമ്മുടെ ആയുസ്സിലേക്ക് ഒരു വർഷം കൂടി തമ്പുരാൻ കൂട്ടിച്ചേർത്ത് തന്നിരിക്കുകയാണ്. ഇനിയും കർത്താവിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന്, കർത്താവിന് നമ്മളിലുള്ള പദ്ധതികൾ തീർന്നാൽ നമ്മളാരും ഈ ഭൂമിയിൽ ശേഷിച്ചിരിക്കുകയില്ല. വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ച ഒരു അത്തിവൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഫലം തരേണ്ടുന്ന സമയം കഴിഞ്ഞ് വീണ്ടും 3 വർഷം കൂടി ആ അത്തിയിൽ ഫലം ഉണ്ടോ എന്ന് തിരഞ്ഞു വന്നപ്പോൾ യജമാനൻ ഫലം കാണാതിരിക്കുന്നത് കൊണ്ട് തോട്ടക്കാരനെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി ഈ വൃക്ഷത്തെ ഈ തോട്ടത്തിൽ നിർത്താതെ വെട്ടിക്കളയുക. വെറുതെ ഭൂമി അല്ലെങ്കിൽ നിലം നിഷ്ഫലമാക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു. തോട്ടക്കാരൻ പറഞ്ഞു യജമാനനോട്, യജമാനെ, ഈ ഒരു വർഷം കൂടി അതൊന്ന് നിൽക്കട്ടെ, ചിലപ്പോൾ ഫലം തന്നെങ്കിലോ. ദൈവം ആയുസ്സിൽ ഒരു വർഷം കൂടി കൂട്ടിച്ചേർത്ത് തന്നിരിക്കുന്നത് കലഹിച്ച് സമയം നഷ്ടപ്പെടുത്താനല്ല, പേരും പെരുമയും നേടാനുമല്ല, മറ്റുള്ളവരെ ദ്രോഹിക്കാനോ ആവക യാതൊന്നിനുമല്ല, നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി മാത്രം. അതിന് ദൈവം നമ്മിൽ നിന്നും ഫലം പുറപ്പെടുവിക്കുമോ എന്നറിയുവാൻ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആകയാൽ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പുതുവർഷത്തിൽ അവിടുന്ന് എന്താണ് എന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന ഫലം, അത് പുറപ്പെടുവിക്കുവാൻ അവിടുത്തെ കൃപ എനിക്ക് നൽകിയാലും നിലം പാഴാക്കുന്ന വൃക്ഷം പോലെ ഞാൻ ആയിത്തീരരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുവരെ കരുതിയ ദൈവം പുതുവർഷത്തിലും എല്ലാ ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളാലും നമ്മെ നിറയ്ക്കട്ടെ. ആമേൻ.